വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് സുസുക്കി ജിക്സർ 150 SF ആണ്. 2019 ജിക്സർ ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്. ഇത് 2021 മോഡലാണ്. 2-3 മാസമേ ഉള്ളൂ വണ്ടി ഡെലിവറി ചെയ്തിട്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ട ജിക്സർ 250 SF പോലെയൊക്കെ ഇരിക്കും, പക്ഷേ ഇത് 150 ആണ്. ചെറിയ 250 വെച്ച് നോക്കുമ്പോൾ ചെറിയ ചേഞ്ചസ് ഈ വണ്ടിയിലുണ്ട്. ലുക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് മുമ്പ് ഒരു മോഡലുണ്ടായിരുന്നു ജിക്സറിൻ്റെ. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ട 250 ജിക്സർ ആണെന്ന് പറയത്തുള്ളൂ, പക്ഷേ അതിൽ നിന്നും കുറേ ചേഞ്ചസ് ഉണ്ട് വണ്ടിക്ക്. 250 ആണെങ്കിൽ ഇവിടെയും സിൽവർ കളറാണ് വരുന്നത്. മഡ് ഗാർഡിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ടയർ സൈസും കൂടുതലാണ്. ലുക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ വണ്ടി നല്ല രീതിയിൽ ഷാർപ്പായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന മോഡലിനെക്കാളും എനിക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. കണ്ടാൽ ഒരു 150 cc ആണ് നടത്തില്ല, നല്ലൊരു ഇച്ചിരി ഒരു ഹൈ എൻഡ് വണ്ടി, ആ ഒരു ലുക്കൊക്കെ ഈ വണ്ടി തരുന്നുണ്ട്. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉള്ളൊരു വണ്ടിയാണിത്. പിന്നെ ഇത് 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒന്ന് ഈ സിൽവർ, പിന്നെ ഒരു റെഡും ബ്ലാക്കും കോംബോ വരുന്നുണ്ട്, പിന്നെ ഒരു ഫുള്ളി ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലൂ ഉണ്ട്. ബ്ലൂ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ മോട്ടോ ജീപ്പിലൊക്കെ കണ്ടിട്ടുള്ള സുസുക്കിയുടെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൂ കളറും ഉണ്ട്. ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 155 cc എഞ്ചിൻ ഈ വണ്ടിക്ക് വരുന്നത്. ഒരു 8000 RPM 13.6 PS പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ 6000 RPM 13.8 Nm ടോർക്ക് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ്, ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആണ് ഈ വണ്ടി. ഇതിൻ്റെ ഗിയറിംഗ് സ്മൂത്ത് ആണെന്ന് വെച്ചാൽ അത്ര സ്മൂത്ത് അല്ല, എന്നാൽ അത്ര ഹാർഡും അല്ല. കുറച്ച് ക്രിസ്പായിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിംഗ് വണ്ടിക്ക് വരുന്നത്. അങ്ങനെ വലിയ മാരകമായിട്ടുള്ള പവറൊന്നും ഇല്ല. നിങ്ങൾക്ക് റോഡിൽ കൂടെ മര്യാദയ്ക്ക് മാന്യമായിട്ട് കൊണ്ട് നടക്കാമെന്നുള്ളൊരു പവറൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഒരു 60 to 70 ഒക്കെ അത്യാവശ്യം റിഫൈൻഡ് ആയിട്ട് ക്രൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഞാൻ ഈ വണ്ടി കുറച്ച് നേരം ഓടിച്ചു. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എനിക്ക് വണ്ടി ഓടിച്ചപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു 40-50 അങ്ങനെയൊക്കെ ചെറിയൊരു സ്പീഡിലൊക്കെ പോകണമെങ്കിൽ നല്ല സ്മൂത്താണ് വണ്ടി, നല്ല റിഫൈൻഡ് ആണ്. എനിക്ക് എങ്ങൊന്നും ഒരു വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം ടോപ്പ് എൻഡ് എടുക്കാൻ നോക്കുമ്പോൾ ഒരു 80-90 റേഞ്ചൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയ ബസ് ഫീലൊക്കെ ഉണ്ട്. എന്നാലും അത്രയ്ക്കുള്ള വൈബ്രേഷൻ ഒന്നുമില്ല. വണ്ടി നല്ല റിഫൈൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഫുൾ LED ഹെഡ്ലൈറ്റ് വണ്ടിക്ക് വരുന്നത്. ലോ ബീമിൽ ഇവിടെ 3, പിന്നെ ഹൈ ബീം ആകുമ്പോൾ ഇവിടെയാണ്. അത്യാവശ്യം വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഇതിൻ്റെ നൈറ്റ് ഷോട്ട് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഒക്കെ ഉണ്ട് ഈ ഹെഡ്ലൈറ്റിന്. ഈ ഒരു കണ്ടീഷനിലും എനിക്ക് നല്ല രീതിയിലൊക്കെ റോഡ് കാണാൻ പറ്റുന്നുണ്ട്. ഹൈ ബീം ഇട്ടെന്ന് പറഞ്ഞാലും ഒരു അത്യാവശ്യം ഏരിയ ഒക്കെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കോട്ടർ റോഡിലേക്ക് പോകാം. ഇപ്പോൾ ഒരുപാട് ഇരുട്ടൊന്നും ആയിട്ടില്ല. ഏകദേശം 7 മണി സമയമൊക്കെ ആയുള്ളൂ. അതിൻ്റെതായിട്ടുള്ള ഒരു ഇരുട്ടേ ഉള്ളൂ. എന്നിട്ടും നല്ല രീതിയിലുള്ളൊരു വിസിബിലിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു പോക്കറ്റ് റോഡിലൊക്കെ. മെയിൻ റോഡിലാണ് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു. അത്യാവശ്യം ഇരുട്ടായിട്ടില്ല. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പം നല്ലൊരു വിസിബിലിറ്റി ഒക്കെ തന്നെ ഉണ്ട് ഹെഡ്ലൈറ്റിന്. കഴിഞ്ഞ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് ഡിസൈൻ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെ ഒരു നല്ലൊരു പ്രത്യേകതയുള്ളൊരു ഹെഡ്ലൈറ്റാണ്. നല്ലൊരു ഭംഗിയുണ്ട് ഈ വണ്ടിക്ക് എന്തുകൊണ്ടും ചേരുന്നുണ്ട്. ഈ വണ്ടിയിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതിൻ്റെ വിൻവൈസർ തന്നെയാണ്. ഒരു ബൈക്കിൻ്റെ ലുക്കിന് ഒട്ടും ചേരാത്ത രീതിയിലുള്ളൊരു വിൻഷീൽഡ് ഈ വണ്ടിക്ക് വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഹാൻഡിൽ വിൻഷീൽഡിനേക്കാളും കൂടുതൽ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഫീൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫുള്ളി ഫൈഡ് ബൈക്സ് എടുത്തു കഴിഞ്ഞപ്പോൾ RCO അല്ലെ R15 V3 അല്ലെ R15 വെർഷൻ 2 അല്ലെ 220 പോലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി കാണാം, നിങ്ങൾക്കൊന്ന് ടക്കിൻ ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിൻഷീൽഡൊക്കെ ആയിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഈ വണ്ടിയിൽ ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അത് തന്നെയാണ്. ഇതിൽ നിന്ന് അത്യാവശ്യം വിൻ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ ഒന്നും വലിയ രീതിയിൽ കിട്ടുന്നൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ ഓവറോൾ ലുക്സിനെ നല്ല രീതിയിൽ ഒരു വിൻഷീൽഡ് അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 100 സെക്ഷൻ ടയറും ബാക്കിൽ ഒരു 140 സെക്ഷൻ ടയർ വരുന്നത് പ്രീവിയസ് ജിക്സറിലൊക്കെ വരുന്ന പോലെ തന്നെ. പിന്നെ ഈ വണ്ടിയുടെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഒരു 266 mm ഡിസ്കും ബാക്കിൽ ഒരു 240 mm ഡിസ്ക് വരുന്നത്. സിംഗിൾ ചാനൽ ABS ഈ വണ്ടിക്ക് വരുന്നത്. ബ്രേക്കിംഗ് എത്രത്തോളം നല്ലതാണെന്ന് ചോദിച്ചാൽ ബാക്കിലത്തെ ബ്രേക്കിൽ എനിക്ക് അത്രത്തോളം കോൺഫിഡൻസ് തോന്നിയില്ല. നല്ലൊരു ബൈറ്റുള്ള ബ്രേക്കിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. അത്രത്തോളം കോൺഫിഡൻസ് എനിക്ക് ബാക്കിലത്തെ ബ്രേക്കിന് കിട്ടിയിട്ടില്ല. ഫ്രണ്ടിൽ അത്യാവശ്യം ബൈറ്റ് ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ പെർഫോമൻസ്, വണ്ടിയുടെ ഒരു പവറിനും ചെയ്യുന്ന ഒരു ബ്രേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പിടിച്ചു നിർത്താനുള്ള ശേഷിയൊക്കെ ഉണ്ട് ഈ ബ്രേക്കിങ്ങിന്, അത്രേ ഉള്ളൂ. അല്ലാതെ അത്ര മാരകമായിട്ടുള്ള ബ്രേക്കിംഗ് എന്നൊന്നും പറയില്ല. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രേക്കിംഗ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ടെലിസ്കോപ്പിക്കും ബാക്കിൽ ഒരു മോണോഷോക്ക് വരുന്നത്. ഫ്രണ്ടിൽ കുറച്ച് സോഫ്റ്റ്വെയർ ആയിട്ടും ബാക്കിൽ ഒരു ഹാർഡർ ആയിട്ടുള്ള സസ്പെൻഷൻ ആയിട്ട് എനിക്ക് വണ്ടി ഫീൽ ചെയ്തത്. പിന്നെ ഈ വണ്ടിയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡ്യുവൽ മഫ്ലർ HSD വണ്ടിക്ക് വരുന്നത്. വലിയ ബേസി ആയിട്ടുള്ള ഒരു സൗണ്ട് ഒന്നും അല്ല. BS6 കംപ്ലൈൻറ്റോട് ആയപ്പോഴത്തേക്ക് ആ സൗണ്ടിൽ ഇച്ചിരി ഒരു സ്വീറ്റർ ആയിട്ടുള്ള HOS നോട്ട് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഒരു LED ടെയിൽ ലൈറ്റ് വണ്ടിക്ക് വരുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ RCയിലൊക്കെ കാണുന്നത് ഇവിടെ ഒരു നിയോൺ ടൈപ്പും പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു LED ആണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോർമൽ ബൾബ്സ് തന്നെയാണ്. വേണമെങ്കിൽ അവർക്ക് സുസുക്കിക്ക് ഇതിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യായിരുന്നു. അടുത്തത് തന്നെ മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ഈ വണ്ടിക്ക് വരുന്നത്. RPM ഉണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ, പിന്നെ ഇവിടെ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ വാണിംഗ്, ഒരു ABSൻ്റെ വാണിംഗ് ലാമ്പ്, പിന്നെ ഇവിടെ ഒരു ഇതിപ്പോൾ സർവീസ് ആയിട്ടുണ്ട്, അതാണ് ഈ ഓയിൽ ചേഞ്ച് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഓഡോമീറ്റർ, പിന്നെ ട്രിപ്പ് 1 ട്രിപ്പ് B, പിന്നെ ഇവിടെ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് ടൈം, പിന്നെ ഫ്യൂവൽ ഗേജ്, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. ഇത്രയൊക്കെ
മീറ്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 12 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട് ഈ വണ്ടിക്ക്. ഈ വണ്ടിയുടെ മൈലേജ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ടാങ്ക് കപ്പാസിറ്റിയുടെ ആവശ്യമൊക്കെ വണ്ടിക്കുള്ളൂ. ഇതിൻ്റെ ഓണർക്ക് 45+ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര സോഫ്റ്ററോ അല്ലാതെ അത്ര ഹാർഡർ ആയിട്ടുള്ള ഒരു സീറ്റാണ്. പിന്നെ ബാക്കിലത്തെ പില്ലിൻ്റെ സീറ്റ് ആണെങ്കിലും അത്യാവശ്യം കംഫർട്ട് കിട്ടും. പില്ലിനെ പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ഗ്രാബറിലൊക്കെ വണ്ടിക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയിലൊക്കെ ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് വണ്ടിയിൽ, ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഉണ്ട്. ഈ ഒരു സെഗ്മെന്റിലുള്ള മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഒരു ഓവറോൾ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ വണ്ടിയുടെ ബിൽഡ്. ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് പറയുകയാണെങ്കിൽ ഒരു 795 mm ഹൈറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. എന്നെ സംബന്ധിച്ച് ഒരു ടിപ് ടോ എന്ന് വേണമെങ്കിൽ പറയാം. ഹാൻഡിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ ക്ലച്ചിൻ്റെ ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റർ ആയിട്ടുള്ള ക്ലച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സ്വിച്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ളൂ. പാസ്, ഹൈ ബീം, ലോ ബീം, ഹോൺ, ഇൻഡിക്കേറ്റർ, പിന്നെ കിൽ സ്വിച്ച്. ഈ വണ്ടിക്ക് ഒരു 1 ടച്ച് സ്റ്റാർട്ടാണ് വരുന്നത്. ഇപ്പോൾ ഉള്ള വണ്ടിക്ക് വരുന്ന പോലെ ഈ വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഒന്നുമില്ല, അതുകൂടി ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. പിന്നെ ഈ വണ്ടിയുടെ റൈഡിംഗ് പോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര സ്പോട്ടി ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റർ ഒന്നുമില്ല വണ്ടിക്ക് വരുന്നത്. നിങ്ങളിപ്പം 220 കാണുന്ന പോലെ ഇപ്പം കുറച്ചുകൂടെ ബാക്കിലോട്ട് ലീൻ ചെയ്താൽ പക്ക ഒരു സൂപ്പർ സ്പോർട്ട് ഫീൽ കിട്ടും. എന്നാൽ RC അല്ലെങ്കിൽ V3 പോലെ അത്ര സൂപ്പർ സ്പോർട്ട് ആയിട്ടുള്ളൊരു പോസ്റ്റർ ഒന്നല്ല വണ്ടിക്ക് വരുന്നത്. വേണമെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഓടിക്കാം, കുറച്ചുകൂടെ ബാക്കിലോട്ട് നീങ്ങിയിരുന്ന് ടക്കിൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഓടിക്കാം. ആ ഒരു രീതിയിലുള്ള പോസ്റ്റർ വണ്ടിക്ക് വരുന്നത്. കുറച്ച് ദൂരം ഓടിച്ച് എനിക്ക് ഈ കയ്യിലുള്ള പെയിനോ അങ്ങനെ ഒരു ഡിസ്കംഫർട്ടൊന്നും ഈ വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ ഫുഡ് ബാക്കിൻ്റെ കാര്യം പറയണമെങ്കിൽ അത്ര റിയർ സെറ്റും അല്ല, എന്നാൽ ഫോർവേഡ് സെറ്റും അല്ല, കുറച്ച് മണ്ടക്കോട്ട് സെറ്റ് ചെയ്ത രീതിയിൽ. ഇപ്പം സ്പോർട്ടിയായിട്ട് തന്നെ ഇരിക്കാം, എന്നാലും അത്ര ഇതല്ല, ആ രീതിയിൽ എൻ്റെ ഫുഡ് ബാക്ക് വന്നേക്കുന്നത്. പിന്നെ റിയർ ഫുഡ് ബാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പില്ലിന് അത്യാവശ്യം കംഫർട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ ഇതിനകത്ത് നിന്നൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ എക്സോസ്റ്റുമായിട്ട് ചേർന്ന് അതിൻ്റെ ഒരു ഫുഡ് ബാക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പില്ലിനിരിക്കുമ്പോൾ കാലിതേ വന്ന് ഇത് സ്ക്രാച്ച് ആണുള്ളത്. ഇപ്പം തന്നെ ഇത് സ്ക്രാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെന്തൊരു സൊല്യൂഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഇനി കുറച്ച് ഈ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെ, ഇതിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെ, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് ഞാൻ വലിച്ചെടുത്ത് കാണിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് എങ്ങനെ ഈ വണ്ടി ഓടിക്കുക ആ ഒരു രീതിയിൽ. ഇപ്പോൾ നിങ്ങൾ ഏകദേശം കണ്ടോണല്ലോ ഈ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്. ഈ ഒരു വലിയ മാരകമായിട്ടുള്ള പെർഫോമൻസ് ഒന്നുമല്ല, ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടി ചെയ്ത്. ഇപ്പം ഈ വണ്ടി ആർക്കൊക്കെ ചേരുമെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങളിപ്പം +1 +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയുള്ളെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ഫുള്ളി ഫൈഡ് ബൈക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു സ്പോർട്സ് ബൈക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ആ ഒരു ലുക്കാണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വണ്ടിയിൽ നോക്കാം. ഇപ്പം RC 125 ഉണ്ട്, V3 ഉണ്ട്. അതിലേക്കൊക്കെ നോക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി കുറച്ചുകൂടെ ലീനിയറാണ്. നിങ്ങൾക്ക് മേയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പം ഈ വണ്ടിയായിരിക്കും. പിന്നെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും സർവീസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ്റനൻസിൻ്റെ കാര്യം വരുമ്പോഴോ ഈ ഒരു വണ്ടിയായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്ക് ഓടിച്ച് പഠിക്കാൻ പറ്റിയൊരു അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വണ്ടി ഇത് തന്നെയാണ്. ഇപ്പം V3 വെച്ച് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ RC 125 RC 200 ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിലോ ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് കാണിക്കുമെന്ന് ഞാൻ ഇനി നോക്കുന്നില്ല. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ചങ്ങനാശ്ശേരിയിൽ ഇതിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അത് ഓവർ സ്പീഡിങ് കാരണമാണ് ആ പയ്യൻ ആക്സിഡൻ്റ് ആയത്. 2 പേരും അല്ലാതെ മരിക്കുകയും ചെയ്തു. വെഹിക്കിളോ അല്ലെങ്കിൽ പോലീസുകാരോ ഇപ്പം കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പം ഹെൽമെറ്റും അല്ലെങ്കിൽ അതിലൊരു ക്യാമ വെച്ച് ഇങ്ങനെ ഓവർ സ്പീഡ് ചെയ്യുന്നവരെയൊക്കെ ഇതുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ റിസ്ക് എടുക്കാനും താല്പര്യമില്ല. ഇപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ ഏരിയ തന്നെയാണ്. അപ്പം ഇതെനിക്കൊരു ടോപ്പിൻ്റെ അടിക്കാൻ പറ്റിയ ഏരിയ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ബൈക്കായിട്ട് കാണുന്നത് വരെ റൈഡ് സേഫ് ആൻഡ് ഗുഡ് ബൈ. Yeah, my life is lovely now, I'm focused on me. You said you were about to die, I guess the car is on E. But see, I ain't even tripping, cause I just chose to believe that somebody gon' come around and give me just what I need.